വണ്ടി കഴിക്കാട്ടെ. അപ്പയും മോളും കൂടെ ഇരുന്നിട്ട് കണ്ടോ കുഞ്ഞിപ്പെണ്ണിന്റെ തുണിയാട്ടോ അത്. ഇത് വെച്ചിട്ട് ഭയങ്കര ക്ലീൻ ആക്കലാട്ടോ കുഞ്ഞിപ്പെണ്ണ്. ഞാൻ വൃത്തിയാക്കാൻ കണ്ടിട്ട് ഒരിക്കൽ പൊന്നാ തൂക്ക് കണ്ടോ തുടക്കാള്. അവള് നമ്മളെന്താ ചെയ്യുന്നത് നോക്കിട്ടേ നമ്മ വണ്ടിയുടെ ഉള്ളിൽ മൊത്തം കുറച്ച് ചെടിയല്ലല്ലോ കുറച്ച് ചെടി വെക്കായിരുന്നു. പൊടിയൊക്കെ തൂത്ത് കളയാൻ വേണ്ടിട്ട് ഉള്ള പരിപാടിയില്ല. രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. വണ്ടി വെറ്റിയായോടാ പൊന്നാ. കുഞ്ഞിപ്പെണ്ണിന്റെ മുട്ടയിൽ കുറച്ച് കറുത്ത മുടികളൊക്കെ വരുന്നു തുടങ്ങിയില്ലേ? എന്താണ് വണ്ടിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പരിപാടി? സംഭവം എവിടെയെങ്കിലും കൊണ്ടുപോവാണോ യാത്ര? ഇതിനകത്തെ കുറെ തൂമ്പ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മൊത്തം പൊടിയായിരിക്കും കേട്ടോ. ഉള്ളിൽ പൊടി ഇറങ്ങി കുറച്ച് പോറിയിട്ടുണ്ട്. എന്റെ മോനെ തോക്കോ? തോക്ക് പോലുണ്ടല്ലേ? തോക്കല്ല. എടാ എങ്ങോട്ടാടാ കൊണ്ടോണേ? എടാ പറയടാ. ഇപ്പൊ മണ്ണ് കഴുകിട്ട് കാർപ്പോച്ചി കയറ്റിയിടും. വേറെ അങ്ങോട്ട് കൊണ്ടുപോവാനാ. ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ തുടച്ചു കഴിഞ്ഞോ? എന്നെ തല കണ്ടോടോ? തലയിൽ എണ്ണയൊക്കെ വെച്ച് ഭയങ്കര പൊന്നു മുടി ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ ടിങ് ടിങ് ആക്കി ഇട്ടിട്ടില്ലായിരുന്നോ? അതൊക്കെ പോയിട്ടോ. നമുക്ക് അത് നീണ്ടു കൂട്ടുകാരെ കണ്ടോ? ഇവിടെ വരെ എത്തി. സ്റ്റൈല് മാറിപ്പോയിട്ടോ. പൊന്നു ഉദ്ദേശിച്ച സ്റ്റൈലൊന്നും കിട്ടിയില്ല. സ്റ്റൈലില്ലല്ലോ ഞാൻ ഇങ്ങനെ ഇടും. എന്റെ മുടി ഡെലിവറി കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മുടി പൊഴിയോ. അഞ്ചു ചമ്പാനേ. അപ്പൊ ഇവിടെ കുഞ്ഞേച്ചിയും ഡൂഡും ഒക്കെ ഇന്നലെ പോയിട്ടോ. തിരിച്ച് അവിടെ കുത്തയിലേക്ക് പോയിട്ടോ കൂട്ടുകാരെ. ഭയങ്കര വിഷമവും കരച്ചിലും ഇപ്പൊ ജലദോഷവും പനിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ണൊക്കെ കണ്ടോ ഒരുമാതിരി ഇരിക്കുന്നേ. സങ്കടായി പോയിട്ട് ഡൂഡ് പോയിട്ട് ഇങ്ങനെ അമ്മേ അമ്മേ. പൊന്നിന്റെ കണ്ണേതാ? മൂക്ക് ഏതാ? മൂക്ക് അടാ കുഞ്ഞാ നമുക്ക് ട്രിപ്പ് പോയാലോടാ? നല്ല വീതി ഉണ്ട് കേട്ടോ ഇതിന്റെ പുറകില് കിടക്കാനൊക്കെ പോയാലോ അല്ലേ? ഒരു ക്യാരവാന് പകരം വല്ല പെട്ടി ഓട്ടോറിക്ഷ കിട്ടി വെച്ച് പോയാലോ? കിടക്കാൻ സ്ഥലം ഉണ്ടോ നോക്കട്ടെ. ഇച്ചിരി ഇറങ്ങി കിടക്കുന്നേ. ഇങ്ങനെ നടക്കാൻ പറ്റൂട്ടോ. ഇരിക്കുന്നുണ്ടല്ലോ. അതോ വാവാവം വെക്കാനാട്ടോ പെണ്ണ് കിടന്നത്. നല്ല രസമുണ്ടല്ലേ? നമ്മളന്ന് ക്യാരവാനിൽ പോയിക്കൊണ്ടിരുന്നത് ഓർക്കുന്നല്ലേ കുഞ്ഞു പെണ്ണെ കൊണ്ട്. ഈ ഒരക്കനെ എന്റെ വലിയ നടന്നൊക്കെ നീ കുഞ്ഞു മാവേലി. പെണ്ണൊന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നു മേലേക്ക് നോക്കിട്ട്. ഇങ്ങനെ മരത്തിന്റെ ഇല അനങ്ങുന്ന നോക്കി ഇങ്ങനെ കിടക്കുമായിരുന്നു. ടൈപ്പ് നോക്കി പല്ലുണ്ടോ? വല്ലുണ്ടോ? കുഞ്ഞിക്കുറുക്കി എണീക്ക്. എണീക്കുന്നില്ലേ? നമ്മള് പോവാൻ രസമായിരിക്കൂലേ? നല്ല രസമായിരിക്കും കുഞ്ഞാ. നമ്മളെ ട്രിപ്പ് പോകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കൂട്ടുകാരെന്ന്? ഇതില് വണ്ടിയിൽ കിടന്നിട്ട് യാത്ര പോകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അല്ലാണ്ട് ഇവിടെ തന്നെ നിന്നിട്ട് എന്തോന്നില്ലേ വ്ളോഗ് അല്ലേ? അപ്പൊ അതുപോലത്തെ വ്ളോഗ്സ് നമുക്ക് ഇവിടെ നാട്ടിൽ ചെയ്താലോ കൂട്ടുകാരെ? അല്ലേ? പെട്ടെന്നൊരു ഐഡിയ. പക്ഷെ അങ്ങനെ ചെയ്യണേ പൈസ വേണ്ട കുഞ്ഞാ. പൈസ ഇപ്പൊ ഓരോരുത്തരെ യാത്ര പോകുമ്പോ കാണാറില്ലേ? പൈസ അങ്ങ് കിട്ടൂടാ. ശരിയാവും. എല്ലാം പൈസ ശരിയായിട്ട് നമ്മൾ പോവാൻ നിന്നിട്ടുണ്ടേ പിന്നെ എപ്പൊ പോവാനാ? നമുക്ക് ഏതായാലും സ്പോൺസർ ഒക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മുടെ കൂട്ടുകാരെല്ലാം സ്പോൺസർ ചെയ്യും നമ്മളെ. അല്ല കൂട്ടുകാരെ? അങ്ങനെയൊക്കെ ആവുമ്പോ നമ്മുടെ വ്ളോഗ് പണ്ടത്തെ ആ ഒരു ഊർജ എനർജിയും ഇപ്പൊ നമ്മൾ മാത്രമല്ലല്ലോ കുഞ്ഞിപ്പെണ്ണും കാറാനും പറയാനൊക്കെ തുടങ്ങിട്ടോ. കുഞ്ഞു മട്ടം മട്ടം നാരങ്ങ പാട്. പാട്ടുപാട്. ചെത്തി ചെത്തി പാട്. അയ്യോ എന്റെ ദൈവമേ പാടി കേട്ടോ നിങ്ങള്. ആ ചെത്തി ചെത്തി അങ്ങനെ ഏട്ടാ പാടുന്നേ. മൂളോ ബാക്കി അവളുടെ ഫേവറേറ്റ് പാട്ട് ഇപ്പൊ അതാട്ടോ. ചെത്തി ചെത്തി
കൊത്തി തിന്നുമ്പോ അത് പല്ലിങ്ങനെ എന്റെ ദൈവം എന്റെ പൊന്ന്. കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണിനെ കാണാനായിട്ട് ഭയങ്കര മിസ്സിങ് ആണ്, ഡെയിലി വ്ളോഗ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കറക്റ്റ് ആയിട്ട് വ്ളോഗ് ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാരെ. കൊറേ മടിയൊക്കെയാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതിന്റെ കാരണം കേട്ടോ. ഭയങ്കര മടിയാ. അല്ല പോവാ വണ്ടി ഇട്. വണ്ടിയിൽ ഇപ്പൊ ഇല്ലല്ലോ, ഇനിയിപ്പൊ പിന്നെ നാളെ ദിവസം പോവാ. കുറച്ച് പൈസ സംഘടിപ്പിച്ചിട്ട് പോവാ. അതെ എടാ, ശരിക്കും പറഞ്ഞല്ലോ ഞാൻ നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇപ്പത്തെ ഒരു ക്ലൈമറ്റും തണുപ്പും ചൂടും ഒക്കെ കൂടി ആയിട്ടുള്ള ഒരു കാലാവസ്ഥയല്ലേ. കഴിക്കാണേലും തണുപ്പായി ചൂടുന്നല്ല ഇഷ്ടമാ. ചൂടല്ല അവൾക്ക് പറ്റാത്തത്. തണുപ്പാകുമ്പോ അവൾ ഏത് കാലാവസ്ഥയിലെ പോലെയല്ല, തണുപ്പ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. പക്ഷെ ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്. മഴയും പുഴയും അതൊന്നും കുഞ്ഞിപ്പെണ്ണ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണാനുണ്ട് പെണ്ണ്. പെണ്ണെ നിന്നെ ഞാനൊരു തോട്ടൊക്കെ എല്ലാത്തിലും ഒരു പാട്ടാട്ടോ കുഞ്ഞിപ്പെണ്ണിന്. ഭയങ്കര പാട്ടും ഡാൻസ് ഒക്കെ ഇഷ്ടമാന്ന് തോന്നുട്ടോ. ഒരു കുഞ്ഞു മ്യൂസിക് പരസ്യം വന്നാൽ പോലും നിന്ന് ഡാൻസ് കളിയാ. എനിക്ക് ഭയങ്കര സന്തോഷമാണെടാ യാത്ര പോവാന്ന് പറഞ്ഞപ്പോ അതെല്ലാവർക്കും സന്തോഷം കൂടി. പക്ഷെ പോണം അവിടെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് പോവാണ്ടിരുന്നാണല്ലോ ഭയങ്കര മോശമായിപ്പോ. അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. അതുകൊണ്ട് പറയാത്ത നമുക്കിപ്പോ അതിന് പറ്റിയൊരു സാഹചര്യം അല്ല ശരിക്കും. സാമ്പത്തിക പിരിമുറുക്കം അല്ലേ. പൊന്നതാ കുഞ്ഞിപ്പെണ്ണിന്റെ സാധനം എടുത്തോണ്ട് ഇപ്പൊ അപ്പന്റെ പൊന്നിന്റെ പുതിയ ചൊപ്പി കാണിക്കാന്നെ. ഇവിടെ നോക്കിയേ കൂട്ടുകാരെ കാണിക്കേ. അവൾ നാട്ടിൽ വലിച്ചു വരാനുള്ള സാധനം കേട്ടോ. നാട്ടെ യൂസ് കണ്ടിട്ട് അത് ഊരാൻ പാടില്ല. അത് ഊരണ്ടോ അതങ്ങനെ ഊരരുത്. ആ തൊപ്പി എടുത്ത് അവളത് പറിച്ചെടുക്കാനുള്ള പരിപാടി ഇവിടെ ഞാൻ ഈ കപ്പ് ഊരി ഇട്ടേക്കും കേട്ടോ. കഴുകാൻ വേണ്ടിട്ട് പുറത്ത് ഊരി വെച്ചേക്കും. ഇവിടെ കപ്പ് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന സാധനമുണ്ട് ഈ സൈഡിലെ ആ സൈഡിലെ. ഇത് കഴുകിയോ കപ്പ്? ഇല്ല, ഇവളെ കഴുകാൻ ഏൽപ്പിച്ചതാട്ടോ ഞാനത്. കഴുകാൻ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് കുഞ്ഞിപ്പെണ്ണിന്റെ കൂടെ ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ. ബക്കുനെ കുളിപ്പിച്ചോ? എന്റെ മോഞ്ഞി അവൻ കുളത്തിൽ പോയി ചാടി തിരിക്കും. ചെരുവത്തിൽ കുളിപ്പിക്കാൻ വെള്ളം വെച്ചിട്ടില്ലേ. നാളെ നമുക്ക് വണ്ടി എടുത്തിട്ട് ഒറ്റ പോക്ക് പോയല്ലോ കുഞ്ഞിപ്പെണ്ണെ കൂട്ടിയിട്ട്. ധൈര്യമുണ്ടോ നിനക്ക്? ഇല്ല. അതെന്നാ? വണ്ടിയിൽ എണ്ണ അടിക്കണ്ടേ, തിന്നണ്ടേ എന്തേലും. ഇവിടെ ഇങ്ങനെയാട്ടോ നെഗറ്റീവ് അടിക്കുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ പോണെങ്കിൽ ഉണ്ടല്ലോ കൊറേ സാധനങ്ങൾ വാങ്ങിക്കണം. എന്ത് സാധനം? കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടേ. നമ്മൾ അവിടുന്ന് പൊക്കോണ്ടിരുന്നതിന്റെ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. പിന്നെ ഇവിടെ ഗ്യാസ് ഉണ്ട്, കുക്ക് ചെയ്യാന് കുക്കറുണ്ട്, പിന്നെന്താ വേണ്ട, ബാഗ് ഉണ്ട്. അതുണ്ടല്ലോ അല്ലേ. ഉണ്ട്. പോവാൻ പൈസ മാത്രമേ ഇല്ലാത്തേ ഉള്ളൂ. അതുകൂടെ ആയാൽ നമുക്ക് സെറ്റ് ആയിട്ട് പോവാൻ. മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. അയ്യോളാ, നിനക്കും ആഗ്രഹമുണ്ടോ? നിനക്ക് ആഗ്രഹമുണ്ടോ? അവക്ക് എന്താ ആഗ്രഹം? അവക്ക് അത് എങ്ങനെയും പോയി വലിച്ചു പറിച്ചൊന്ന് എടുക്കണം. ജംപ് സ്റ്റാർട്ടർ ഉണ്ട്, വെട്ടത്തിനാണേലും കറണ്ടിന് ജംപ് സ്റ്റാർട്ടർ ഉണ്ട്, എന്റെ ടോർച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. കുഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടേല് അല്ലേ. പക്ഷെ പൈസ ഇല്ലാത്തതിന് ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ഒറ്റ വ്യത്യാസം എന്നല്ല ഇതിന് പറയണേ, പ്രശ്നം. പ്രശ്നമാണ്. നമ്മളത് വിചാരിക്കരുത്. അത് നമുക്കൊരു പ്രശ്നമല്ല പൈസ ഇല്ലാത്തത്. നമുക്ക് പറ്റുന്ന പോലെ പോയി നോക്കാലോ. പൈസ ഇല്ലാത്തപ്പോ ഇങ്ങനെ നിക്ക, സ്റ്റോപ്പ് ചെയ്യാ, എന്നിട്ട് എന്തെങ്കിലൊക്കെ ആരുടെ അടുത്തെങ്കിലൊക്കെ പോയി നിന്നിട്ട് നീ ഹോട്ടലിലൊക്കെ പോയിട്ട് പാത്രമൊക്കെ കഴുകിയിട്ട് വരിക. എന്നിട്ട് ഞങ്ങളൊക്കെ തിന്നാനുള്ളത് കൊണ്ടുവരിക. ഞങ്ങളിങ്ങനെ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. നല്ല ഐഡിയ. എന്താടാ, നമുക്ക് ഇവിടെ സ്ട്രീറ്റിൽ നിന്നിട്ട് വണ്ടിയിലൊക്കെ വെച്ചിട്ട് എന്തേലൊക്കെ അച്ചാറെടുത്ത് പോയാ പോരെ. പൈസ ഇല്ലേ ചേട്ടാ? അച്ചാറാണോ ജയിക്കുന്ന? പൈസ എടുക്കുന്നു. ഓരോ ജില്ലയിൽ കൂടെ പോകുമ്പോ നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മൾ വിളിക്കുന്നു, നമ്മൾ കൂട്ടുകാർക്ക് അച്ചാർ എടുക്കുന്നു, അവർ അച്ചാറിന്റെ പൈസ നമ്മള് ട്രിപ്പ് പോണു.
ഭയങ്കര ഐഡിയ കേട്ടോ പൊന്നു. എനിക്ക് ഐഡിയ ഷാജി ഇപ്പൊ തന്നെ ഒരു 5 എണ്ണം അടങ്ങിയിട്ടുണ്ട്. ഷാജി അതാ അന്ന് അച്ചാറും അതായത് നല്ല ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യാ. പിന്നെ ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ ജില്ലയിൽ കൂടെ പോകുമ്പോ നമ്മുടെ കൂട്ടുകാരെ കാണുന്നു, മീറ്റ് ചെയ്യുന്നു. അവരുടെ അടുത്ത് പോകുമ്പോ അവരെന്തായാലും ചായയും കടിയൊക്കെ തരാണ്ടിരിക്കില്ലല്ലോ. അപ്പൊ ഫുഡും അമ്മ അങ്ങനെ പറഞ്ഞോ. പെണ്ണ് അവിടുന്ന് മാറിയിട്ടില്ല കേട്ടോ. പെണ്ണ് അതെങ്ങനെയും അഴിച്ചെടുക്കാണ്ട് പെണ്ണ് അടങ്ങൂല. ഞാൻ പറയുന്ന സീരിയസ് ആയിട്ട് കൂട്ടുകാരെ, നിങ്ങൾ ചായയൊക്കെ തരില്ലേ? ചായയൊക്കെ തന്നാ മതിട്ടോ, അല്ലാണ്ട് ചോറ് ബിരിയാണി അങ്ങനെയൊന്നും തരണമെന്നൊന്നുമില്ല. തരുവാണെങ്കിൽ തരാട്ടോ. പിന്നെ നിങ്ങൾക്ക് കുഞ്ഞിപ്പെണ്ണിനെ കാണാ അല്ലേ? ഓ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണല്ലോ. ഇവൾ ഇൻഡയറക്റ്റ് നിങ്ങളെ ടോർച്ചർ ചെയ്യുകയാണ്. നിങ്ങൾ ഇവൾക്കെതിരെ കേസ് കൊടുക്കണം. നിങ്ങളെ കേസ് കൊടുക്കാൻ പറ്റും. നിന്നെ പിടിച്ച് അകത്തിടും. ടോർച്ചർ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെന്താ പറഞ്ഞ, നമ്മുടെ കൂട്ടുകാര് കൊറേ പേര് ഒന്നും പറയാനില്ല. പിടിച്ച് അകത്തിടുന്ന പഠിച്ചോളും. നെഗറ്റീവ് ഞാൻ പറയുന്നത് എന്താ പറയുക, കൂട്ടുകാർ കുറെ പേര് പറയുന്നുണ്ട് നമ്മളോട്, നമ്മളെ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട്. അവരുടെ ഒരു ആഗ്രഹം നിറവേറ്റുക എന്നുള്ളതല്ലേ നമ്മുടെ സന്തോഷം. അങ്ങനെ പറയുന്നതൊക്കെ നമുക്ക് എന്താ വലിയ സംഭവം തോന്നുന്നു അല്ലേ? നമ്മളെല്ലാം ശരിക്കും കാണണം എന്ന് പറയുന്നത് സ്കൈനിയാണ്. ഇടയിൽ നമ്മളും കൂടി. അപ്പൊ കൂട്ടുകാർ ഇവളങ്ങനെ പറയാൻ കേട്ടോ, നിങ്ങൾ പേടിക്കുന്നു വേണ്ട കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ടോ കൂട്ടുകാരെ പറയുന്നത്. എനിക്ക് നിങ്ങളെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഡെയിലി മെസ്സേജ് അയക്കുന്ന ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. വാട്സപ്പിലല്ല, ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ ചാനലിലൊക്കെ വന്നിട്ട് കമന്റ് ഇടില്ലേ, കൂട്ടുകാരെ നിങ്ങളെ കാണണം ഭയങ്കര ഇഷ്ടമുണ്ട്, പൊന്നു ചേച്ചിനെ കാണണം, നേരിൽ കാണണം എന്ന് ആഗ്രഹമുണ്ട്. ഇവനെ കാണാൻ ആഗ്രഹം ഭയങ്കര ഇഷ്ടാട്ടോ കുഞ്ഞിപ്പെണ്ണിന് ടാറ്റു പോകാനാണേല്. പക്ഷെ അത് ശരിക്കും ഒരു കുഞ്ഞിപ്പെണ്ണാണെ പോകണമെന്നല്ല. കുഞ്ഞിപ്പെണ്ണിന് ഇപ്പം കാഴ്ചകളൊക്കെ കാണാനൊക്കെ അറിവ് കുറച്ചായി തുടങ്ങിയല്ലോ. അപ്പൊ എന്താ സംഭവം എന്നൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയല്ലോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് പോകുന്നത് രസമായിരിക്കും. എടാ ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച കൂട്ടുകാരെ, നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം. ഞങ്ങൾ വന്നിട്ടുണ്ട് ചായ തരുമെന്നുള്ളത്. ഞങ്ങൾക്ക് അധികം തിന്നാനൊന്നും വേണ്ട കേട്ടോ. ചായ കുറച്ച് മിച്ചറുണ്ട്, ഭയങ്കര സന്തോഷം. എനിക്ക് പിന്നെ പഴംപൊരി നിങ്ങൾക്ക് അറിയാലോ. അല്ല അതൊന്നും പേടിക്കില്ല കേട്ടോ കൂട്ടുകാരെ. അതിനി തന്നില്ലേലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ കാണാനൊക്കെ പറ്റുവാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ. ഒരു മിങ്കിളിങ് ഉണ്ടാവും. നമുക്ക് നടക്കൂല. ആലോചിച്ചോ കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നും കൂടി. കുഞ്ഞിപ്പെണ്ണ് എന്തായാലും സേഫ് ആയിരിക്കും. കുഞ്ഞിപ്പെണ്ണ് കുറച്ച് പാമ്പറും ഞാനും ഉള്ളതാണ്. കുഞ്ഞിപ്പെണ്ണ് എടാ നീ ഇങ്ങനെ ആലോചിച്ച് നോക്കടാ കുഞ്ഞാ. ചിലപ്പോ വണ്ടി ഇപ്പൊ കഴുകാനും ഞാനിങ്ങനെ വന്ന് പറയാനൊക്കെ ഒരു നിമിത്തായിരിക്കും. പിന്നെ എനിക്കൊരു സംഭവം ഉണ്ട്. എന്താ അറിയാമോ, കഴിഞ്ഞ ദിവസം അളിയൻ വിളിച്ചു. അപ്പൊ അളിയൻ പറഞ്ഞു ഇപ്പൊ നമ്മുടെ വീഡിയോസ് കാണാൻ രസമില്ലാന്ന്. സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ. അളിയൻ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും. അപ്പൊ നമ്മൾ എന്തായാലും തീരുമാനിച്ചു കൂട്ടുകാരെ, നമുക്ക് എന്തൊരു മാറ്റം വരുത്തണം അല്ലേ. നമുക്ക് സന്തോഷം വേണം, നിങ്ങൾക്ക് സന്തോഷം വേണം അല്ലേ? അതെ. വാടാ പോവാ. അല്ല ഞാൻ വണ്ടി എടുക്കാൻ. ഞാൻ പാക്ക് ചെയ്യട്ടെ. എന്ത് പാക്ക് ചെയ്യാന്? കുഞ്ഞിപ്പെണ്ണിന്റെ ഡ്രസ്. എടി നമ്മള് ജസ്റ്റ് ചുമ്മാ അങ്ങനെ ആലോചിച്ചല്ലേ. എടാ ഞാൻ പറയട്ടെ, കുറച്ച് പൈസ ആയിട്ട് നമ്മുടെ കയ്യിൽ 2000 രൂപ ആവുമ്പോ നമ്മൾ പോകും. അത്രേ ഇല്ലായിരുന്നു. എന്താ എടുക്കണ്ടേ? നമ്മള് 2000 ഒന്നും ആക്കുന്നു, ഒറ്റ പോക്ക്. 2000 എങ്ങനെ ആക്കാമെന്ന് നമുക്ക് ചിന്തിക്കാം. എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്താ പറയാം. നാളത്തെ വീഡിയോയിൽ എന്റെ ഐഡിയ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കൂട്ടുകാരെ. ഞാൻ അങ്ങനെ പുതിയൊരു ഐഡിയ ഇറക്കാന്ന് വിചാരിച്ചിട്ടോ. ഞാൻ പറഞ്ഞില്ല എന്റെ കയ്യിൽ കുറച്ച് ഐഡിയകളൊക്കെ ഉണ്ടെന്ന്. അയ്യോ ഇവളെന്താ തിന്നണേന്ന് അറിയാം, എന്റെ വാച്ച്. എടാ എന്റെ കയ്യിൽ കുറച്ച് ഐഡിയ ഉണ്ട് കുഞ്ഞാ. എന്താ ഐഡിയ? നാളെ ഞാനത് ഇറക്കാൻ പോവാ. നാളെ എന്റെ ദിവസം. അറിയില്ല. ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഐഡിയ കേട്ടോ. ആദ്യം എനിക്കായിരുന്നു ഐഡിയ. അവന്റെ ഐഡിയ നിന്ന് സ്റ്റോപ്പായി. ഞാൻ ഇനി ഐഡിയ അളക്കാന്ന് എന്റെ ഐഡിയകൾ മൊത്തം ചൂറ്റിയെടുത്തു. എനിക്ക് പല്ലൊന്ന് ക്ലീൻ ചെയ്യണം. 500 രൂപ വേണം. എന്നിട്ട് വേണം പോവാൻ. അല്ല എന്റെ പല്ല് പറിച്ചു. പല്ലുവേന ഉണ്ടാവില്ല. സമയായി പോവാതെ. ടാറ്റ പറ കൂട്ടുകാർക്ക്. ടാറ്റ ഇങ്ങനെ പറ. അപ്പൊ
കൂട്ടുകാരെ ഞങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ നല്ലോണം സീരിയസ് ആയിട്ട് ചിന്തിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ comment പറയണം കേട്ടോ. അപ്പൊ നമ്മൾ പോണോ comment വേണ്ടേ, അത് നമ്മുടെ വീഡിയോ ഇപ്പൊ നല്ല എന്താ പറയാ അത്യാവശ്യം ഡൗൺ ആണെന്നുള്ളത്, അത്യാവശ്യം ഡൗൺ ആണെന്നുള്ള രീതി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് വീഡിയോ ഇടാത്തത്. കാരണം നല്ല കണ്ടന്റ് ഉണ്ടായിട്ടാണ് നിങ്ങൾ എടുത്ത് വരാമെന്ന് ഞങ്ങൾക്ക് ഇഷ്ടട്ടോ. അല്ല വെറുതെ ഡെയിലി ഞങ്ങൾ ഡെയിലി വെറുതെ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുമല്ലേ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അച്ചാർ പാക്ക് ചെയ്യുന്നു, അയക്കുന്നു. എന്നും അച്ചാറിന്റെ കാര്യങ്ങൾ മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അച്ചാറിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അച്ചാർ ഇടുന്ന പാക്കിങ്ങും കാര്യങ്ങളും നടക്കുന്നു. പക്ഷെ അത് മാത്രമേ നടക്കുന്നുള്ളൂ. ഉള്ളി പൊളിക്കുന്ന പച്ചവളം സംഭവം പറ്റി വെച്ചാണ്ടല്ലോ, സംഭവം പറ്റി വെച്ചാൽ നമ്മൾ അച്ചാറിന്റെ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമുക്ക് ചാനലിലേക്ക് വീഡിയോ ഇടാനൊന്നും മര്യാദയ്ക്ക് പറ്റുന്നില്ല. വേറൊരാളെ നിർത്താനാണേലും അങ്ങനെയുള്ള അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. നമ്മള് ഹോം മെയ്ഡ് ബിസിനസ് ആണല്ലോ നമ്മുടെ അച്ചാറിനോട്, മമ്മി തന്നെ ഉണ്ടാക്കുന്നു, അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മളും വേണം ഇവിടെ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒക്കെ ഇത് നമുക്കൊന്ന് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞ പോലെ മാറ്റാം, അനിവാര്യമാണ്. ഏത് ബിഗ് ബോസ് ഇപ്പൊ കഴിഞ്ഞില്ലേ? ഞാൻ ബിഗ് ബോസ് കാണാറില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ പറയുന്നേ. ഞാനങ്ങനെ അടുത്ത പ്രാവശ്യം ബിഗ് ബോസ് പോയിട്ടുണ്ടല്ലോ. ഞാൻ 24 മണിക്കൂർ എന്റെ സ്വഭാവം എല്ലാവരും അറിയട്ടെ. പന്നി കുഞ്ഞുപെണ്ണ് മുഖം മാറിട്ടോ, കുഞ്ഞുപെണ്ണ് മുഖം മാറി. കുഞ്ഞുപെണ്ണ് എന്നെ തൊടുമ്പത്തേക്ക് അവർക്ക് കണ്ട കൂട്ടുകാരെ. അപ്പൊ വണ്ടി കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്, വൃത്തിയായിട്ടുണ്ട്. കണ്ടോ എങ്ങനെയുണ്ട്? ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എവിടെ ഇരിക്കാനാന്നറിയോ? എവിടെ ഇരിക്കാനാ? ഇവിടെയാ ഏറ്റവും പുറകിലിരിക്കാൻ. നല്ല AC കേട്ടോ, നല്ല തണുപ്പാണ് പുറകില്. നടുക്ക് അങ്ങനെ AC കുറവാ. അങ്ങനെയല്ല, മുന്നില് വെച്ച് വെക്കുമ്പോ നടുക്ക് കുറവല്ലേ യാത്ര ചെയ്യുമ്പോ ഭയങ്കര കൂളിംഗ് കേട്ടോ. സാധാരണ എല്ലാവർക്കും ഏറ്റവും പുറകെ ഇരിക്കാൻ കൺജസ്റ്റഡ് ആയിട്ട് എനിക്ക് പാകത്തിനാണ്. കാലെത്തുകയും ചെയ്യും താഴെ. അതായത് ഈ സീറ്റ് പൊക്കി വെച്ചാൽ പൊന്നിരിക്കും കറക്റ്റ് ഏരിയ കേട്ടോ. ഈ ഫ്രണ്ടിലിരിക്കുമ്പോ ഇങ്ങനെ ചേർന്നിരിക്കൂല ബേക്കിലോട്ട്, അപ്പൊ എന്റെ കാല് കറക്റ്റ് ആയിട്ട് താഴെ എത്തില്ല. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വണ്ടി കഴിഞ്ഞു, ക്ലീൻ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ഇന്റീരിയർ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലെ കുഞ്ഞിപ്പെണ്ണിന്റെ തൊപ്പി ഇട്ടിരിക്കുന്നേ. കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. പക്ഷെ കുഞ്ഞിപ്പെണ്ണ് വെക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വെക്കാന്ന് ചോദിച്ചു. ആരേലും വെക്കണ്ടേ? അല്ലേ? ശരിയാ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആരും മറക്കണ്ട, നിങ്ങൾ കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഏതാണെന്ന് കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പെടാ അപ്പൊ അത്രയുള്ള കൂട്ടുകാരെ വീഡിയോ മാറ്റി വീഡിയോ നാളെ കാണാം. കമന്റിൽ പറയണം കേട്ടോ, മറക്കല്ലേ. അല്ലേ, മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. എന്റെ ഐഡിയകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ.